ഇപ്പം നിലവിൽ കണ്ണൂർ ഏറ്റവും നല്ല ലഗൂൺ ചിക്കൻ ബിരിയാണി കിട്ടുന്ന സ്പോട്ട് ഇതാണ് എന്നിട്ടാണ് എവിടെ പോയത്. എൻ്റെ പൊന്നു മക്കളെ, സത്യം പറയാലോ, ഈ അടുത്ത കാലത്തൊന്നും ഒരു ബിരിയാണി തിന്നാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും വെയിറ്റ് ചെയ്ത് നിന്നിട്ടില്ല. ഒരുപാട് സമയത്തെ കാത്തിരിപ്പിന് ശേഷം എനിക്കും ഫ്രണ്ട്സിനും സീറ്റ് കിട്ടിയിട്ടുണ്ട്. വാഴയിലയിലാണ് കേട്ടോ അവർ ബിരിയാണിയൊക്കെ സെർവ് ചെയ്യുന്നത്. വാഴയില വെച്ച് അതിൻ്റെ താഴെ തന്നെ ഒരു പപ്പടം, പിന്നെ നമ്മുടെ മെയിൻ സാധനം വന്നിട്ടുണ്ട് മക്കളെ. ആ ഒരു ക്വാണ്ടിറ്റി ഉണ്ടോ നിങ്ങൾ, നല്ല വയറ് നിറയാൻ മാത്രം സാധനമുണ്ട്. അതിനുശേഷം തൈര് വന്ന്, അച്ചാറ് വന്ന്, പിന്നെ നല്ല അടിപൊളി ചമ്മന്തി വന്നിട്ടുണ്ടേ. ഇത് നോക്കിയാട്ടെ നിങ്ങൾ, ഇത് കാണുമ്പോൾ തന്നെ ഏകദേശം വയറ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം ബിരിയാണി കിട്ടി അതിൻ്റെ ഉള്ളിൽ എത്ര പീസ് ഉണ്ട്, എത്ര വലിപ്പുണ്ടെന്നാണ് ഞാൻ നോക്കട്ടെ. നല്ല വലിപ്പുള്ള 2 പീസും ഉണ്ടായിരുന്നു. ആദ്യം തന്നെ ആ മസാല മാത്രം കൂട്ടിയിട്ടൊന്ന് കഴിച്ചു നോക്കിയേട്ടാ. ഇനി ആ പീസും കൂട്ടിയിട്ട് ഒരു കഷ്ണം കഴിക്കാന്ന് വെച്ചിട്ട് നോക്കുമ്പോൾ പീസൊക്കെ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും എങ്ങനെയും അതിൻ്റെ അകത്തുനിന്ന് ഒരു കഷ്ണം പീസ് ഇങ്ങോട്ട് പൊട്ടിച്ചെടുത്ത് ആ മസാല, റൈസ്, പീസ് എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു പിടുത്തം പിടിച്ചു. അതിനുശേഷം ആ ചമ്മന്തിയും അച്ചാറും തൈരും പപ്പടവും പീസും എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു പിടി പിടിച്ചു മക്കളെ. തള്ളുന്നതല്ല മക്കളെ, ഒന്നൊന്നര ടേസ്റ്റ് ആണ് കേട്ടോ ഇവിടുത്തെ ബിരിയാണി. മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം. പിന്നെ അടുത്ത ടേബിളിൽ നോക്കുമ്പോൾ ഒരാൾ ചിക്കൻ 65 കൂട്ടി കഴിക്കുന്നത്. എന്നാൽ പിന്നെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട് ഞാനും ഒരു ചിക്കൻ 65 ഓർഡർ ചെയ്തു. എന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഒരു പീസ് പൊട്ടിച്ചെടുത്തിട്ട് അതും കൂടെ മിക്സ് ആക്കിയിട്ട് കഴിച്ചു നോക്കി. സംഭവം വേറെ ലെവലാണ് കേട്ടാ. പിന്നെ ഇത്രയും ഐറ്റംസ് ഇവിടെ ഉണ്ട്. എന്നാലും ഉച്ചക്ക് ആ ടൈമിനൊക്കെ കൂടുതലും ആൾക്കാർ ഈ ലഗൂൺ ബിരിയാണി തന്നെയാണ് കേട്ടോ വാങ്ങി കഴിക്കുന്നത്. ബിരിയാണി എന്തുണ്ട്? ലാസ്റ്റ് നല്ലൊരു ലൈം ടീം കുടിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ. പിന്നെ ഇവരുടെ കറക്റ്റ് സ്പോട്ട് വരുന്നത് നമ്മുടെ കണ്ണൂർ മാർക്കറ്റ് റോഡ് തന്നെയാണ് കേട്ടോ, പ്രേമ കഫേ.